അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 48-ാം വാക്യം നമുക്ക് വായിക്കാം. കാറ്റ് പ്രതികൂലമാകൊണ്ട് അവർ തണ്ടു വലിച്ചു വലയുന്നത് അവൻ കണ്ടു. രാത്രി 4-ാം യാമത്തിൽ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ ചെന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫിലിസ്ത്യരുടെ ദേശത്തു കൂടിയുള്ള വഴി അടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുതപിച്ച് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം അവരെ അതിലെ കൊണ്ടുപോയില്ല. ചെങ്കടലിൻ്റെ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി. ഇസ്രായേൽ മക്കൾ മിസ്രൈം ദേശത്തു നിന്നും യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 17-18 വാക്യങ്ങളാണ് നാം കേട്ടത്. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്നും പുറപ്പെടുമ്പോൾ അവർക്ക് മിസ്രൈമ്യരുടെ ഉപദ്രവങ്ങൾ ഏറ്റുള്ള പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കനാൻ ദേശത്തുള്ള ഉഗ്രന്മാരായ മനുഷ്യരുടെ ദേശം കൈവശമാക്കണമെങ്കിൽ വലിയ യുദ്ധം അവർ നടത്തേണ്ടതുണ്ട് എന്ന് ദൈവത്തിനറിയാം. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്, അവൻ യുദ്ധം ചെയ്യും. എന്നാൽ ജനം മുൻപിൽ നിൽക്കണം. അവരിൽ കൂടി മാത്രമേ യഹോവ യുദ്ധം ചെയ്യുകയുള്ളൂ. എന്നാൽ നിലവിൽ മോശയ്ക്ക് യഹോവയെ അറിയാമെങ്കിലും ജനത്തിന് ദൈവത്തെ കൃത്യമായി അറിയുകയില്ല. അതുകൊണ്ട് തന്നെ കനാന്യരുമായി യുദ്ധമുണ്ടാകുമ്പോൾ ജനം പേടിച്ച് മിസ്രൈമിലേക്ക് പോകുവാൻ ഇടവരുമെന്ന് ദൈവത്തിനറിയാമായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ മരുഭൂമിയിൽ കൂടി കടത്തിവിടുകയും ചില പ്രതികൂല സാഹചര്യങ്ങൾ അവർക്ക് അനുവദിക്കുകയും ചെയ്തു. പ്രതികൂലങ്ങളിൽ കൈവിടാത്ത ദൈവമാണ് താൻ എന്ന് ജനം വിശ്വസിക്കുവാൻ ഇടവരേണ്ടതിനാണ് എളുപ്പവഴിയിൽ കൂടി അവരെ കനാനിലേക്ക് എത്തിക്കാതെ മരുഭൂമിയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കിയത്. മാർത്തയുടെയും മറിയയുടെയും സഹോദരനായ ലാസർ ദീനമായി കിടന്ന സമയത്ത് യേശുവിനെ അറിയിച്ചിരുന്നു. കാരണം അനേകം രോഗികളെ യേശു സൗഖ്യമാക്കുന്നത് ആ സഹോദരന്മാർ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ലാസറിനെ കാണുവാൻ മരിക്കുന്നത് വരെ യേശു ചെന്നില്ല. മരിച്ച് 4-ാം ദിവസം ആയപ്പോഴാണ് ലാസറിനെ കാണുവാൻ യേശു ചെന്നത്. അതിന് യേശു പറഞ്ഞത് നിങ്ങൾ വിശ്വസിപ്പാനിടയാകുമല്ലോ എന്നാണ്. അതായത് മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാർ യേശുവിൽ വിശ്വസിക്കുവാനും താൻ സാക്ഷാൽ മച്ചികയാണെന്ന് മനസ്സിലാക്കുവാനും അത് ഇടവരുത്തും എന്നതിനാലാണ് 4-ാം ദിവസം വരെ യേശു ലാസറിനെ കാണുവാൻ പോകാതിരുന്നത് എന്ന് സാരം. അങ്ങനെയെങ്കിൽ ശിഷ്യന്മാർക്ക് യേശുവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഈ കടൽക്ഷോഭവും മുഖാന്തരമാകും. യേശുവിൻ്റെ ലക്ഷ്യം തന്നെ അനുഗമിക്കുന്നവർ താൻ ആരാണെന്ന് മനസ്സിലാക്കി തന്നിൽ വിശ്വസിക്കണം. തന്നെപ്പോലെ മറ്റൊരുത്തനും ഇല്ല എന്ന് ശിഷ്യന്മാർ ഗ്രഹിക്കണം എന്നതായിരുന്നു. ശിഷ്യന്മാർ തണ്ടുവലിച്ച് വലയണമെന്ന് യേശു ആഗ്രഹിച്ചില്ല. താൻ ഒരു ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുവാൻ മലയിൽ പോയതാണ്. യേശു ഇപ്പോൾ കടൽക്കരയിൽ നിന്നും ദൂരെയാണ്. തൻ്റെ പിതാവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പടകോ കര വിട്ട് പല നാഴിക ദൂരത്താണ്. ശിഷ്യന്മാരും യേശുവും തമ്മിൽ അകലം കൂടുതൽ ഉണ്ടെങ്കിലും അവർ തണ്ട് വലിച്ച് വലയുന്നത് കാണുന്നവനായ ഒരു കർത്താവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ശിഷ്യന്മാരുടെ മുന്നോട്ടുള്ള ശുശ്രൂഷകളിൽ വളരെ ദൈവാശ്രയവും അനുസരണവും വിശ്വാസവും പ്രധാനപ്പെട്ടതാണെന്ന് യേശു അവരെ പഠിപ്പിക്കുകയായിരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് കാറ്റും കോളും ഉണ്ടാകുന്ന പ്രകൃതമാണ് ഗലീല കടലിന്. എന്നതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്ത് കാറ്റും കോളും ഉണ്ടാകുന്ന അവസ്ഥയാണ് മനുഷ്യ ജീവിതത്തിലും. ഏത് പ്രതികൂലമായാലും, കടലിൽ വെച്ചുള്ളതാണെങ്കിലും, ഭവനത്തിൽ വെച്ചുള്ള കൊടുങ്കാറ്റായാലും, ജോലി സ്ഥലത്ത് വെച്ചുള്ള കൊടുങ്കാറ്റായാലും, ചെങ്കടൽ കരയിലോ യോർദാൻ്റെ കരയിലോ വെച്ചുള്ള പ്രതികൂലമായാലും, മലയിലിരുന്ന് കാണുന്ന 2 കണ്ണ് ഉണ്ട്, മേഘസ്തംഭത്തിലിരുന്ന് നോക്കുന്ന 2 കണ്ണ്. തണ്ട് വലിച്ച് വലയുന്നത് യേശു കണ്ടാൽ ഇരിക്കുന്ന സ്ഥലത്തു നിന്നും അവൻ എഴുന്നേൽക്കും. ദൈവം എഴുന്നേറ്റാൽ അവൻ്റെ ശത്രുക്കൾ ചിതറി ഓടും. ശിഷ്യന്മാരെ ഞെരുക്കിക്കൊണ്ടിരുന്ന തിരമാലയുടെ മുകളിൽ കൂടി തന്നെ അവരെ ആശ്വസിപ്പിക്കുവാൻ കർത്താവ് അവിടെ കടന്നു ചെല്ലുന്നു. അക്കരെ പോകുവാൻ കൽപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു ആണെങ്കിൽ വിശുദ്ധിയോടെ നാം ജീവിച്ചാൽ നിശ്ചയമായും നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ശക്തനാണ് കർത്താവ്. അതിന് നാം ചെയ്യേണ്ടതൊന്നു മാത്രമേ ഉള്ളൂ. ശിഷ്യന്മാരെ പോലെ
യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവനെ സ്നേഹിക്കുക. നാം കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിച്ചാൽ നിശ്ചയമായും നമുക്ക് ഈ യോർദാൻ കടക്കുവാൻ സാധിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. ആകയാൽ നമുക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് അവനെ സ്നേഹിക്കാം, നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ജീവിതമാകുന്ന പടക് തുഴഞ്ഞ് കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങ് അവർക്ക് ആശ്വാസം കൊടുക്കണമേ, സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.